ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഭീഷണിപ്പെടുത്തി കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപം നടക്കുന്ന പ്രദർശനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് ഡ്യൂട്ടി ഓഫ് ഏജൻസി. ഇവർക്കെതിരെ നടക്കാവ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും ഡ്യൂട്ടി ഓഫ് പ്രൊപ്പറേറ്റർ പറഞ്ഞു. ഈ പോലീസ് പ്രൊട്ടക്ഷൻ നിലനിൽക്കുമ്പോഴും ഇവര് ഗുണ്ടകളുമായിട്ട് വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് 25 ലക്ഷം രൂപ ചോദിച്ച അവസാനം 5 ലക്ഷം രൂപ ബാർഗൻ ചെയ്ത് 20 ലക്ഷം രൂപ കൊടുക്കണം പറയും. 20 ലക്ഷം രൂപ കൊടുത്തില്ലെന്നുണ്ടെങ്കിലും പ്രോഗ്രാം നടത്താൻ അനുവദിക്കത്തില്ല, പ്രോഗ്രാം കത്തിച്ചു കളയെന്നൊക്കെയാണ് പറയുന്നത്, നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പോലും അറിയില്ല, രാത്രി നിങ്ങൾ ഇവിടെ ആരും കാണത്തില്ല, 5-6 സെക്യൂരിറ്റീസ് അല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ആരും കൂടി ഇല്ലല്ലോ, രാവിലെ വരുമ്പോൾ ഒന്നും കാണില്ല, എല്ലാം ചാമ്പലായി കിടക്കുമെന്നാണ് പറയുന്നത്. കോഴിക്കോടുള്ള ഈ സതീഷ് പാറന്നൂർ എന്ന് പറയുന്ന ആളും അജയ്ലാൽ എന്ന് പറയുന്ന ഒരു ആളും പിന്നെ നമുക്ക് അത്ര വലിയ പരിചയമില്ലാത്ത ആൾക്കാരുമാണ്, ഒരു 3-5 പേരുമുണ്ട്. ഇവരാണ് സംസാരിക്കുന്നത്. സാമ്പത്തികമാണ് അവരുടെ ലക്ഷ്യമെന്ന് 100% ഞങ്ങൾക്ക് അതോടുകൂടി മനസ്സിലാക്കാൻ പറ്റി. 1 രൂപ അവർക്ക് കൊടുക്കുകയുമില്ല. നമ്മൾ ഈ പ്രോഗ്രാം അവിടെ നടത്തിക്കുന്നത് നമുക്ക് പിന്നെ അതൊരു ഭാഷയായി മാറി. കാരണം ഒരു സംരംഭകൻ, ഒരു ബിസിനസ്സുമായ ഒരു സംരംഭകൻ ഒരു ജില്ലയിലേക്ക് വരുമ്പോൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ സാമ്പത്തികം ചോദിച്ചുകൊണ്ടിരുന്ന ഈ ആൾക്കാര് ഓരോ ജില്ലയിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് ഇവിടെ വളർത്തില്ല. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ. സ്വപ്നനഗരി ഗ്രൗണ്ടിൽ മറൈൻ വേൾഡ് ഇൻ ദി സീ ബൈ DQF എന്ന പേരിൽ മെയ് 10-ാം തീയതി പ്രദർശനം ആരംഭിച്ചതു മുതൽ ചിലർ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇതിനു മുൻപ് ഇവിടെ പരിപാടി നടത്താൻ വന്നവർ ഇട്ടെറിഞ്ഞു പോയ പോലെ ഓടേണ്ടി വരുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നുവെന്ന് DQF പ്രൊപ്പറേറ്റർ പറഞ്ഞു. ഇതേ ഭീഷണി തുടർന്നതിന്റെ അടിസ്ഥാനത്തിൽ SP അടക്കം മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും പേര് മറയാക്കി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന രീതിയാണ് ഇവരുടേതെന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളെ നേരിടുമെന്നും പ്രദർശനത്തിന്റെ നടത്തിപ്പുകാർ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ഈ ക്രിമിനലുകൾ ബിസിനസ് സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി ജീവിച്ചു വരുന്നതിന് അറുതി വരുത്തണമെന്നും പ്രതികൾക്കെതിരെ എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NCC ദശദിന ക്യാമ്പിന് NCC ട്രെയിനിംഗ് സെന്ററിൽ സമാപനമായി. 9